കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടിവെക്കും. വയനാട്ടിൽ നിന്ന് പ്രത്യേക RRT സംഘമെത്തും. ചികിത്സയ്ക്ക് പ്രാഥമിക പരിഗണനയെന്ന് ACM. നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. 80 വയസ്സുകാരി ഇന്ദ്രാണിക്ക് പരിക്ക്. അയൽവാസിയുടെ ആക്രമണം മദ്യലഹരിയിൽ. CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. ദീപശിഖ ജാഥകളുടെ സംഗമം അല്പസമയത്തിനകം ആശ്രാമം മൈതാനത്ത്. പ്രതിനിധി സമ്മേളനം നാളെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EP ജയരാജനും TP രാമകൃഷ്ണനും പ്രായപരിധിയിൽ ഇളവിന് സാധ്യത. തുടർഭരണം ഉറപ്പെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ച് പഠനം നടത്തണം. ഉത്തരവ് പൊതുതാൽപര്യ ഹർജിയിൽ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് തല്ലി സീനിയർ വിദ്യാർത്ഥി. ആശമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കേരളത്തിലെന്ന വാദം പൊളിഞ്ഞതോടെ സർക്കാർ മൗനത്തിൽ. ആശമാരുടെ സമരം 24ാം ദിവസം. പിന്തുണയുമായി വിവിധ സംഘടനകൾ. കേന്ദ്ര വിഹിതം കൃത്യമായി നൽകിയെന്ന് ജോർജ് കുര്യൻ. SDPI തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടൽ നടത്തിയെന്ന് ED. SDPIയെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. അറസ്റ്റിലായ MK ഫൈസി PFI ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലാൻഡ് മികച്ച നിലയിൽ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 215. ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് സ്റ്റീവ് സ്മിത്ത്.